നിക്കറുണ്ടോ? വള്ളിയില്ല. ഊരി വരുമോ? പിന്നെ കുത്താ. അമ്മാവനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന ജെറിൻ വാടിയുണ്ടാ? എന്നാന്ന്? അല്ല, വാടക ഉണ്ടാ? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിട്ട്. വരൂ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ വിളിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? കോളുകൾ ചെയ്യാൻ താങ്കളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, മിതമായ സേവനങ്ങൾക്ക് റീചാർജ് ചെയ്യുക. കളിക്കണ്ടല്ല. നീ വിളിച്ചപ്പോ കേട്ട കാര്യമില്ല, ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ കാര്യം എന്താന്ന്? അത് അമ്മാവനെ കൊല്ലാന്നല്ലേ. പുള്ളി ബിസിനസ് മീറ്റിന് ഇങ്ങോട്ട് വരുന്നു, ഞാൻ പുള്ളിയായിട്ട് കൂട്ടുകൂടുന്നു, ശേഷം പുള്ളിയെ ഞാൻ തട്ടുന്നു. അത് വെരി ഗുഡ് പ്ലാൻ മാൻ. അല്ല, ഞാൻ എന്നൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് ഈ മാമനെ കൊല്ലാൻ നടക്കുന്നത്? എന്റെ പൊന്നു കുണ്ടാട്ടാ, നിങ്ങളിത് കേൾക്കണം. കാമുകയായിട്ടുള്ള കല്യാണത്തിന് എന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, അവളുടെ വീട്ടുകാർക്ക് ഒട്ടും കുഴപ്പമില്ല. ആകെ കൂടി വിലങ്ങ തേടേണ്ടിരിക്കുന്നത് എന്റെ ഈ മാമനാണ്. പുള്ളിക്കാരൻ പറയാ, ഞാൻ ചത്തിട്ടേ നിനക്ക് അവളെ കെട്ടാൻ പറ്റുന്നു. അപ്പൊ പിന്നെ ഒരു 2 ലക്ഷം രൂപയും തന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ മാമനോട് കൊന്നുകളയെന്ന് വിചാരിച്ച്. നിന്റെ വീട്ടിൽ വേറെ മാമന്മാരുണ്ടോ? എനിക്ക് വേറെ 3-4 മാമന്മാരുണ്ട്. അങ്ങനെയാണ് ആടിസയിൽ നടപ്പുണ്ടോ? ഇപ്പൊ കൊന്നാൽ ഇരട്ടി കൊല്ലാം. ഐഡിയ ബാക്കി വെച്ചാൽ മതി. അതെ, കുടുംബത്തെ ആൾക്കാരെ കുറയ്ക്കാനായിട്ടുള്ള ഓരോ ഐഡിയകള്. അതെ, നീ എന്റെ കഥ കേട്ടിക്കണ്ട, തലക്കാരൻ മാമനെ കൊല്ലാൻ പ്ലാൻ പറയും. എടാ, നിന്റെ മാമൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ പുള്ളിയെ പിന്നിൽ നിന്ന് കുത്തുന്നു. കത്തി കുത്ത് മാമനെ പറ്റില്ല. വേണ്ട. അങ്ങനെയാണ് കഴുത്ത് നേരിച്ച് കൊല്ലുന്നു. മാമന് ശ്വാസം മുട്ടിന്റെ അസുഖം. അത് അങ്ങനെയാണ് ഇരുട്ടടി അടിക്കാം. ഇരുട്ട് മാമന് പേടിയാ, പുറത്തേക്ക് വരികയില്ല. എന്നാ അവനെ ഞാൻ ഉമ്മ വെച്ചു കൊല്ല. അതാണ് അവൻ സുഖിച്ചു. നിങ്ങൾ ഇങ്ങനെ ഈ ലുക്ക് വെച്ച് ചൂടാവലാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വന്നപ്പോ ഒട്ട് ശ്രദ്ധിക്കണതാ. സാധാരണ ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൊട്ടത്തലി ഉണ്ടാവും, അല്ലെങ്കിൽ തലയിൽ നിറച്ചു മുടി ഉണ്ടാവും. നിങ്ങൾ ഈ മുമ്പിൽ മുടിയിലാണ്ട് എന്റെ ഈ ബാക്കിൽ മാത്രം വെച്ചേക്കണേ. എന്റെ മുടികൾക്ക് പോലും എന്റെ മുന്നിൽ വരാൻ പേടിയാണ്. അതുകൊണ്ടാണ് അത് ഇപ്പൊ ഒളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് പിള്ള കളിക്കല്ലേ? എന്തുകൊണ്ടാ നിങ്ങൾ പഴയ പോലെ ലോക്കൽ ഗുണ്ടല്ല. ഇന്നു മുതൽ നിങ്ങൾ ആരാ? ബിസിനസ് മാൻ. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ ചട്ടി അകത്തെടുത്തോളൂ, പുറത്തെടുത്തില്ല. അത് സൂപ്പർമാൻ. ഇത് ബിസിനസ് മാൻ എന്ന് പറഞ്ഞ വലിയ പണക്കാരൻ. എന്റെ പൊണ്ണ, നിങ്ങൾ ഇത്ര വലിയ പണക്കാരനായിട്ടാണോ ഈ പൊട്ടപ്പെട്ടി കൊണ്ട് നടക്കുന്നത്? ഈ പെട്ടിയെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഒരാളെ എങ്ങനെ കൊല്ലണം, എന്തുകൊണ്ട് കൊല്ലണം എന്നുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഈ പെട്ടിയിലുണ്ട്. ഈ മിഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പെട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കും. അപ്പൊ തോറ്റാലോ? നീ എന്റെ ശവപ്പെട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണം. ഈ കരുനാക്ക് വളർത്തി ഓരോ കാര്യങ്ങൾ പറയുന്നത് അടുത്ത് എന്നാന്ന് വെച്ചാൽ പറയണം. ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്റെ മാമൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോണം. അങ്ങനെയാണ് അവന് 2 ചെറുപടം കഴിച്ചിട്ട് വരാൻ പറയും. മാമനെ കൊല്ലണ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോണം ഞാൻ ഉദ്ദേശിച്ചേ. അവനെ ഈ പെട്ടിക്ക് അടിക്കാൻ കൊല്ലുന്നു. എനിക്ക് എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല. മാമൻ വരുന്നുണ്ട്. മാമോ എന്തരവാ? ആരാന്ന്? അനന്തരവാ. ഇതാണ് കേട്ടോ എന്റെ മാമൻ. കൊല്ലട്ടെ. കൊള്ളാട്ടോ, മാമൻ കൊള്ളാം. താങ്ക് യു. മാമ, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ബിസിനസ് മാഗ്നറ്റ്. അതെ. ഹൗ ആർ യു? Oh, English. I am very fine. You know, Jaren, when I saw him, I roam around old from Dehradun, and he's just like him, very clever. അത്ര നേരം ഇവനെ കൊല്ലേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇനി തൊട്ട് അത് എന്റെ ആവശ്യമാണ്. ഇനി ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞ ഇവന്റെ നാക്ക് വെട്ടി ഇംഗ്ലീഷ് ഇട്ട് ഞാൻ കത്തിക്കും. അവസരം ഞാൻ ഒരുക്കി തരാം. ഞാൻ സെറ്റ് തരാം. മാമ, ബിസിനസ്സുകാരൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ബിസിനസ് സംസാരിച്ചാലോ? എന്നെ കൂടെ ബിസിനസ് ചെയ്യാൻ പാർട്ണറെ പറ്റി ഞാൻ നല്ലപോലെ അറിഞ്ഞിരിക്കണം. പേര് പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല. സോറി. ഞാൻ ഗോവിന്ദ് ഋഷി. ഗോതമ്പ് കൃഷി. ഗോവിന്ദ് ഋഷി. ഇപ്പോഴും താങ്കളുടെ പേര് പറഞ്ഞില്ല. പുതിയ കോഴ്സാ മിസ്റ്റർ മുന്നാബായ്. എന്റെ ബിസിനസ് ഒക്കെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ. അമേരിക്കയിൽ എന്റെ ബിസിനസ് നോക്കിയെടുക്കുന്നത് ഡാനിയൽസ് ആണ്. പക്ഷെ ഇറാഖിൽ നോക്കിയെടുക്കുന്നത് ആഞ്ചലിനയാണ്. പക്ഷേ യൂറോപ്പിലാണെങ്കിൽ അത് സൈതീരിയാണ്. അറിയാമോ? ഇപ്പോൾ തനിക്ക് എന്ത് മനസ്സിലായി? 3 രാജ്യത്ത് 3 സെറ്റപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. സെറ്റപ്പാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് മനസ്സിലായി. താങ്ക് യു. വലിയ ബിസിനസ് ഉള്ള ആളല്ലേ നിങ്ങൾ? കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ പണക്കാരനായത്? എടോ, എനിക്ക് ഈ പണമെല്ലാം വരാൻ കാരണം എന്റെ അച്ഛൻ വഴിയാണ്. അങ്ങനെയാണ് ആ വഴി ഒന്ന് പറഞ്ഞു തരുമോ? എന്തിന്? എന്റെ അച്ഛനെ അവിടെ 2 റൗണ്ട് ഓടിക്കാൻ. എന്റെ
പൊന്നു മണ്ട അതല്ല, പാരമ്പര്യമായിട്ട് എമ്മക്ക് കിട്ടിയ പണമാണ് വെച്ചാണ് ഞാൻ ഈ ബിസിനസ് എല്ലാം ചെയ്തത്. അറിയാമോ? അങ്ങനെ? തനിക്കറിയാമോടോ, എന്റെ അച്ഛൻ ഇവിടുത്തെ ഒരു കിങ് ആയിരുന്നു. അച്ഛൻ കിങ് ആയിരുന്നെങ്കിൽ ഞാൻ ആരായിരിക്കും? കിങ് കോങ്. അല്ല, കിങ് മേക്കർ. ഓ മിസ്റ്റർ ജോക്കർ. ജോക്കർ അല്ല, മേക്കർ എന്ന് പറയുന്നത്. അതിപ്പോ തെറ്റിപ്പോയതല്ലേ? ശരി, എന്തായാലും നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ പോവല്ലേ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരണം. മോനെ കുട്ടു ചോദിക്കണോ ഞാൻ? എങ്ങനാ മുന്നം മദ്യപിക്കോ? 24/7. വെരി ഗുഡ്. എടാ എന്റെ ഫേവറേറ്റ് ടക്കീലയാണ്. എന്റെയും കിന്നാരി തുമ്പികളും അഞ്ചരക്കുള്ള വണ്ടി കണ്ടാ എനിക്ക് ഭ്രാന്താണ്. അത് വേറെ ഭ്രാന്ത്. എടാ ഷക്കീലല്ല, ടക്കീല വിദേശി. സോറി, ഞാൻ മലയാളത്തിന്റെ ആളാ. അപ്പൊ സ്വദേശി. സംസാരിക്കാൻ തൊണ്ട ഡ്രൈ ആയിടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഗെയിം കളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ബിസിനസ്. മോനെ ആ കുന്തോങ്ങ് താടാ. ഇതാ മാമ. പോടാ. എടോ തനിക്ക് ഈ ഗെയിമിന്റെ പേരറിയാമോ? പിന്നെ ഇതെല്ലാ പണക്കാർക്കും അറിയത്തില്ലേ? പേര് പറഞ്ഞേ. ഇതാണ് പണക്കാർ കളിക്കുന്ന കുഴിപ്പന്ത്. കുഴിപ്പന്ത്. എടോ ഇത് സ്നൂക്കർ. അങ്ങനെയാണ് ഇത്. പണക്കാർ ഗെയിമാ. പക്ഷേ ഈ ഗെയിം കാണുമ്പോ എനിക്ക് എന്റെ ഭാര്യ ഓർമ്മ വരും. കുഴി തള്ളിട്ട് നമ്മൾ ഭയങ്കര പിടിക്കുക. ഒരു കാര്യം ചെയ്യാം, ഈ ഉണ്ട ഞാൻ ആദ്യം ഉരുട്ടാം, അതിനുശേഷം മുന്നേ ഉരുട്ട്. ഓക്കെ അല്ലേ? ഞാൻ ഉരുട്ടിക്കോട്ടെ. എന്നാ നിങ്ങൾ ഉണ്ട ഉരുട്ടിക്കോളൂ. താങ്ക് യു, താങ്ക് യു. അതെ, ഇതാണ് അങ്ങേരെ തീർക്കാനുള്ള പറ്റവസരം. ചെന്ന് കാച്ചടാ. ഞാൻ താർക്കും. ശരി. എന്താ മിസ്റ്റർ മുന്ന? ഓൾ ദ മുന്നക്ക് എന്നോടുള്ള സ്നേഹം കണ്ട് മുന്ന ഷാളായി. നിങ്ങൾ ഉണ്ട ഉരുട്ടിക്കോളൂ. താങ്ക് യു. ഓ, ഇപ്പൊ നിങ്ങൾ വലിയ കൂട്ടുകാരായില്ലേ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ടൈമിങ് പോയല്ലേ? ഒന്നും നോക്കണ്ട. എന്താ പിന്നെ സ്നേഹത്തിന്റെ നിറകൂടം ഇങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടൂടാ. വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇത് എന്തൊക്കെ കാണിക്കണം? എടേ പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, ഞാൻ ചെയ്തോളത്. ഉണ്ടൊരുട്ടി കുഴിയിലിട്ട മാമനെ ക്ലബിന്റെ വക ഒരു പൊന്നാട. ഒരു വഴിയുള്ളൂ. ഇന്ന് ഇവനെ കൊല്ലണ്ട, നമുക്ക് നാളെ കൊല്ലാം. നല്ല കാര്യം. മുന്നേ പോവാൻ വരട്ടെ. എന്താ മഹർഷി? ഞാൻ ഇത്രയും വലിയൊരു ബിസിനസ്കാരനായത് നിങ്ങൾ അറിയാമോ? അത് ഉണ്ട ഒരു കുഴി ഇട്ടിട്ടാണോ? അല്ല, എന്റെ ശത്രുക്കൾ തിരിച്ചറിയാനുള്ള എന്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. സത്യം പറയടോ, താനല്ല എന്റെ ശത്രു. എന്നെ കൊല്ലാൻ വന്നേടാ. അല്ല അല്ലേ, കള്ളം പറഞ്ഞടാ. മിസ്റ്റർ ജെറിൻ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിന്? കോഴിക്കോട് ഇറക്കാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണല്ലേ? മുന്നേ ഈ ഉണ്ട ഞാൻ എവിടെയിടണം? അവിടെ 5-6 കുഴിയില്ല. അതിന്റെ ആ ഉണ്ടല്ല, ഈ തോക്കിലെ വെടിയുണ്ട. അത് ഇവൻ ചെന്നാ ചെത്തത്. ഇവനാണ് നിങ്ങളുടെ ശത്രു. അപ്പൊ നീ ആര്? ഞാൻ മിത്രം. വെക്ക് മാമാ വെടി. മരുമോനെ. ഞാനൊരു കാര്യം പറയട്ടെ. പുള്ളി വന്നപ്പോഴേ എനിക്ക് SJ സൂര്യ വരുന്ന പോലെ തോന്നി. തോന്നും. ഹലോ, തോന്നും. നിങ്ങൾക്ക് ഇതെല്ലാം തോന്നും. കാരണം ഇത് നമ്മുടെ പിള്ളേരാണ്. ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ത്രിമൂർത്തികളാണ് വരാൻ പോകുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങള് മറന്നു. നല്ലൊരു സ്കിറ്റാണ്. ഇവര് 3 പേരും അല്ലെങ്കിൽ ഇവരിൽ 3 പേരിൽ ഒരാൾ TV വാർത്തയും പത്രവാർത്തയും വായിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് സ്കിറ്റ് കണ്ടപ്പോ മനസ്സിലായി. കാരണം ഈ ഇടയ്ക്ക് നമുക്ക് ന്യൂസിലൊക്കെ കണ്ടൊരു വാർത്ത ഈ സ്കിറ്റിലുണ്ട്. അമ്മാവൻ, അതായത് കാമുകിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മാവനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചൊരു വാർത്ത ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനത്തെ ന്യൂസൊക്കെ അഖിലേട്ടനെ കാണാറുള്ളൂ. ഞാൻ കാണുന്നത് മറ്റേ നാട്ടില് പുലി ഇറങ്ങി, മുഖ്യമന്ത്രി ആയില്ല, ആരോഗ്യമന്ത്രിനെ തീരുമാനിച്ചില്ല. ഈ ന്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. വലിയ മറ്റേ സ്രാവിനെയൊക്കെ കാണുന്ന ഇടയ്ക്ക് ചെറിയ നെത്തോലിയും പന്തിയൊക്കെ അത് വീഴുമ്പോ അതും കൂടെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ പിള്ളേര് വാർത്ത വായിക്കുന്നവരാണ്. അറിവും ബോധവും കഴിവുള്ളവരാണ്. ഏതാണ് നിന്റെ പിള്ള? അത് 3. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ ചേട്ടന്മാരെ, നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെൻസ് അപാരം, നിങ്ങളുടെ ഡയലോഗ് പ്രസന്റേഷൻ അപാരം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് അപാരം.
എല്ലാം അപാരം, ടൈമിംഗ് അപാരം അല്ലേ? പക്ഷേ സെലക്ട് ചെയ്ത ടീം കുഴപ്പമാണ്. പിന്നെ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച ടീം അപാരം ഞങ്ങൾ അല്ലേ? ഇനി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ അപാരമായ ഗസ്റ്റ് പറയട്ടെ, എന്താ പറയണം? അല്ല, ഒന്ന് ഇത്രേ ഭാരമുള്ള ഒരു ടീമിന് എന്ത് പറയണം? ഈ ഭാരമില്ലാത്തൊരു ഞാൻ നേരെ ഭാരമുള്ള നമ്മുടെ ബാറ്ററി പറയട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ്ററി കണ്ടാലോ? തിരിഞ്ഞോളൂ. കണക്കാണ്, കറക്റ്റ് കണക്ക്. അതായത് 10 10 10 1 1 1 33 കറക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 33,000 അങ്ങനെയാണേ. അങ്ങനെയല്ല, ഇങ്ങനെ പറ. അവര് 3 പേര്, അവർക്ക് കിട്ടിയത് 33. അത് ശരിയാ. 11 11 11 ഞങ്ങൾക്ക് ബിരിയാണി മതി. ശരി ചേച്ചി. അതെയോ? 3 3 റിച്ച് ഫാമിലി എന്താല്ലേ, ലൈഫ് സെറ്റായി. അപ്പൊ എന്തായാലും കിടിലം പെർഫോമൻസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.